എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 5 മോർണിംഗ് വരാഹി സ്പെഷ്യൽ പൂജയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റത്തെ എല്ലാ വീഡിയോസിലും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേരും നക്ഷത്രവും ആവശ്യവും പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻസിൽ എല്ലാവരെയും ഈ ഒരു പ്രെയറിൽ ഉൾപ്പെടുത്തുന്നതാണ്. വരാഹി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തു, ലൈക്ക് വരാഹി ദേവിയുടെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ നോക്കിക്കോളൂ, എത്ര പേരുടെ കമൻസാണ് ഇതിനകത്തുള്ളതെന്ന്. അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെയും നടക്കാത്ത ഒരു ആഗ്രഹം സാധിച്ചു കിട്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നത് ഉറപ്പായിട്ടും ദേവിയുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വരാഹി ദേവിയോടുള്ളൊരു വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂയിസൈഡ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല. സൂയിസൈഡ് ഒന്നിനും ഒരു ഉപയോഗമല്ല, അത് മനസ്സിലാക്കുക. നിങ്ങളെ പ്രതീക്ഷിച്ച് കുട്ടികളാകട്ടെ അല്ലെങ്കിൽ പലരും വേണ്ടപ്പെട്ടവരുണ്ടാവും, നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ സൂയിസൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫർദർ നിങ്ങളുടെ ആ ഒരു ഫാമിലീനെ അഫക്റ്റ് ചെയ്യും. അതിനേക്കാളും നല്ലത് നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുക. നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ദൈവത്തിന് കഴിയും അല്ലേ? ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാനുള്ളത് എന്തായാലും നമ്മളെക്കാളും കൂടുതൽ വരാഹി ദേവിക്ക് പറ്റും. അതുകൊണ്ട് തന്നെയും മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു തരുന്നതാണ്. വരാഹി അത്രയും പവർഫുള്ളാണ്. ആ പവർഫുൾ മന്ത്രം ഒന്ന് ജപിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അഷ്ടോത്തരമുണ്ട്, വരാഹി അഷ്ടോത്തരമുണ്ട്, ഒത്തിരി മന്ത്രങ്ങൾ ചേർന്നതാണ്. അതൊക്കെ ജപിക്കാൻ സമയം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം. അതല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പമായിട്ടുള്ള മന്ത്രമാണ് ഓരോ ദിവസവും ഈ ഒരു ചാനലിൽ ഓരോ വീഡിയോസിലും കൊടുത്തിട്ടുള്ളത്. അറിയാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നവരെങ്കിൽ ദയവ് ചെയ്ത് ഓരോ വീഡിയോസും കണ്ടു നോക്കുക. ഓരോ വീഡിയോസിലും കൊടുത്തേക്കുന്ന ഓരോ മന്ത്രവും വ്യത്യസ്തമാണ്. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ്. അത് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ള രീതികളെല്ലാം തന്നെ ആ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ധനവരവിനും രോഗശമനം, സാമ്പത്തിക മേന്മ, അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ. അതുപോലെ പല കാര്യങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളായാലും അവർക്ക് അവരുടെ നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല സ്വഭാവമായി വരാനായിട്ട്, പരീക്ഷകളിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്, തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട്, സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അത് ഫെയിലായി അടുത്തൊരു ഇൻ്റർവ്യൂവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ജോലി വേഗം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെട്ട, നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള അത്രയും ശക്തമായ ഒരു മന്ത്രമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വാരാഹി ശക്തിയെക്കുറിച്ച് എല്ലാവരും അറിയാം. വാരാഹി എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട ദേവി, വളരെ ശക്തയായ ദേവിയാണ്. ദേവിയെ ഒന്ന് ഭജിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ എടുത്തൊരു കാര്യം പറയുന്നു, സൂയിസൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഒരാളും തിരഞ്ഞെടുക്കരുത്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിൽ സൂയിസൈഡ് വർദ്ധിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു, അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റി നിങ്ങളെ നിർത്താനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സൂയിസൈഡ് ഒരു നല്ല ഓപ്ഷനല്ല. അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ആ ചിന്ത ഉണർത്തണം. അതായത് സൂയിസൈഡ് എന്നുള്ള ചിന്ത വരാൻ പാടില്ല. നമ്മളുടെ അവസ്ഥ എല്ലാവർക്കും, ഇതിലും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നമ്മൾക്കിതൊന്നുമല്ല. നമ്മളുടെ ഈ ഒരു സമയവും കടന്നു പോകും. ഉറപ്പായിട്ടും നമ്മൾ ദേവി അനുഗ്രഹിക്കും. ജപിക്കുക, മന്ത്രം ജപിക്കുക എന്നൊരു ചിന്ത വേണം. അതല്ലാതെ എടുത്ത് ചാടരുത്. അത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. അങ്ങനൊരു
എടുത്തുചാട്ടം എന്ന് പറയുന്നത് എപ്പോഴും അപകടം തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനായാലും നമ്മളൊരു 3 വട്ടം ചിന്തിച്ചിട്ട് മാത്രം. സൂയിസൈഡ് എന്നുള്ള ഓപ്ഷൻ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അത് നമുക്ക് നല്ലതല്ല. നമ്മുടെ കുടുംബത്തിനും നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന പലർക്കും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും വരരുത്. എടുത്തുചാട്ടം നല്ലതല്ല. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയം, അതുപോലെ തന്നെ വലിയ ആളുകളുടെ PSC പരീക്ഷ, ഗവൺമെൻറ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഉത്തമമായ ഒരു മന്ത്രമാണ് ഇന്ന് നിങ്ങളുടെ ഡേ 5 മോർണിംഗ് വാരാഹി സ്പെഷ്യൽ പ്രെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഈ വയസ്സായ ആളുകൾ, അതായത് ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ബെഡ് റിഡനായിട്ട് കിടക്കുന്നവർ, ബെഡിൽ തന്നെ അവർക്ക് എഴുന്നേക്കാനൊന്നും ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ട് അവർ പറയും. ചിലപ്പോൾ കുറച്ച് പേർക്കൊരു ചിന്ത ഉണ്ടാവും, എഴുന്നേറ്റൊന്ന് കുളിച്ചിരുന്നിട്ടൊക്കെ എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ അവസ്ഥ ഉള്ളവർക്കൊന്നും ഈ മന്ത്രം ഒന്ന് ശ്രവിച്ചാൽ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അശുദ്ധമായിരിക്കുന്ന സമയത്ത് ജപിക്കാമോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അശുദ്ധമായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി വീക്കായിരിക്കും എന്ന് കരുതി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. സാധാരണ ഒന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മൾ കാൽ കഴുകി ഒന്ന് ശുദ്ധി വരുത്തിയിട്ടായിരിക്കുമല്ലോ, അത് ചെയ്തിട്ട് ധ്യാനിക്കുക, അത്രയേ ഉള്ളൂ. പൂജകളിലോ അമ്പലങ്ങളിലോ അങ്ങനെയൊന്നും പോകാനൊന്നും പാടില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും പോവില്ല. പക്ഷെ നമ്മൾ മാക്സിമം ധ്യാനിക്കുന്നതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, ധ്യാനിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇനി ഈ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് 21 ദിവസം 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത്, അല്ലെങ്കിൽ നടക്കാത്ത ആഗ്രഹം ഏതാണോ, അതൊരു വെള്ള പേപ്പറിൽ ഒരു ഗ്രീൻ ഇങ്ക് പെന്നോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഒരു ഇങ്ക് വരുന്ന ഒരു പെൻ കൊണ്ട് എഴുതിയിട്ട് നിങ്ങൾ വാരാഹി അമ്മയുടെ പടം എവിടെയാണോ വെച്ചേക്കുന്നത് അവിടെ ഒന്ന് വെക്കുക. സാധാരണ ഒരു വിളക്ക് തിരിയിട്ട് കത്തിച്ച ശേഷം ഈ ഒരു മന്ത്രം 21 ദിവസം 21 തവണ ഒന്ന് ജപിച്ച് നോക്കൂ. മിക്കവാറും ഈ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാക്സിമം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഞാനന്ന് പറഞ്ഞു, ധനവരവിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യണം. ചെറിയൊരു ഓപ്പൺ ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ മീൻസ് ഡ്രിങ്കിങ് ബോട്ടിലല്ല, സാധാരണ ഒരു ചെറിയൊരു ഡപ്പ ഉണ്ടാവല്ലേ, അതിൻ്റെ ലിഡ് മാറ്റിയിട്ട് അതിനകത്തേക്ക് 1 രൂപ കോയിനും അതിൻ്റെ പുറത്ത് ഒരു കേടൊന്നും വരാത്ത ഒരു കേടുകൂടാണ്ടതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഇത് ഗ്രാമ്പൂവും പിന്നെ ഒരു ഏലക്കായും പിന്നെ ഒരു കർപ്പൂരം, പച്ച കർപ്പൂരം വേണമെന്നില്ല, സാധാരണ കർപ്പൂരം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങളുടെ അൽമാരയിലോ അല്ലെങ്കിൽ പൂജാ റൂമിലോ വയ്ക്കാം. അപ്പോൾ ആ കോയിൻ്റെ പുറത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ആ ഓപ്പൺ ബോട്ടിൽ എടുക്കുക, അതിനകത്തേക്ക് കോയിൻ വെച്ചിട്ട് കോയിൻ്റെ പുറത്തായിരിക്കണം കർപ്പൂരവും കേടുകൂടാത്ത അല്ലെങ്കിൽ പൊട്ടാത്ത ഗ്രാമ്പൂവും ഏലക്കായും കർപ്പൂരവും ആ കോയിൻ്റെ പുറത്താണ് വെക്കേണ്ടത്. എന്നിട്ട് വേണം അത് അടയ്ക്കാണ്ട് അൽമാരയിലോ അല്ലെങ്കിൽ പൂജാ റൂമിലെ സൈഡിലോ എവിടെയാണോ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് അവിടെ വെച്ചാലും മതി. ഭയങ്കര എഫക്റ്റീവാണ്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ധനം വന്ന് ചേരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. ഞാൻ 2-3 വീഡിയോസിന് മുന്നെയാണ് ഇത് പറഞ്ഞിരുന്നത്. അപ്പം ബിഗിനേഴ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കത് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ചെയ്തു നോക്കുക. ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ട് വിളക്ക് തെളിയിച്ചാൽ മാത്രമേ ജപിക്കാവൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. വാരാഹി ദേവിയുടെ പൂജ എന്ന് പറയുന്നത് എപ്പോഴും അർദ്ധരാത്രിയാണ്. അപ്പോൾ അർദ്ധരാത്രി എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അർദ്ധരാത്രി പൂജ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ
മാക്സിമം നിങ്ങൾക്ക് സമയം ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സമയം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഡെയിലി നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സേഫാണ്. വരാഹി അമ്മയുടെ കയ്യിലേക്കാണ് നിങ്ങളുടെ ലൈഫ്. ഉറപ്പായിട്ടും നല്ല രീതിയിൽ വരും. അപ്പോൾ 21 ദിവസം 21 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഞാൻ പറയാം, കൂടെ ജപിക്കുക കേട്ടോ. ഓം ഭക്താനാം അഭയപ്രദായേ നമഃ. 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 ഓം ഭക്താനാം
अभयप्रदाये नमः। ॐ भक्तानाम् 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 अभयप्रदाये नमः।
ഗണപതയേ നമഃ. ഓം